പോയിട്ട് വന്ന അമ്മയോട് 4 വയസ്സുള്ള മോൻ പറഞ്ഞു, എൻ്റെ അമ്മേ എന്നാടാന്ന് ചോദിച്ചു. അപ്പൻ ഭയങ്കര സാധനമാട്ടോ. എന്നാടാ? അമ്മ മഹിളാ സമാജത്തിന്റെ മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പനുണ്ടല്ലോ, അടുക്കളക്കാരി അമ്മടിയില്ലേ? ഉവ്വ. എൻ്റെ അമ്മേ, അമ്മ പറഞ്ഞു, മോനിപ്പം വെണ്ണണ്ട, രാത്രി കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ അപ്പൻ ഇരിക്കും പറഞ്ഞാൽ മതിയെന്ന്. രാത്രി കഞ്ഞി കുടിക്കാനിരിക്കുക. ഇരിക്കുന്ന സമയത്ത് അമ്മ പയ്യനുള്ളി പറഞ്ഞേടാ, അപ്പൻ അടുക്കളക്കാരി അമ്മണി പറയടാ പറ. അപ്പൊ മോൻ പറഞ്ഞു, എൻ്റെ അമ്മേ, അപ്പൻ കാലേ ചവിട്ടി. മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പൻ ചവിട്ടുന്നു. ഞാൻ എങ്ങനെയാ അമ്മയെ പറയുക? അമ്മ പറയടാന്നും പറഞ്ഞവന് മുറുക്കയുള്ളി. അവൻ പറഞ്ഞു, ഞാനങ്ങ് പറയുക. എൻ്റെ അമ്മ മഹിളാ സമാജത്തിന്റെ മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പനുണ്ടല്ലോ, അടുക്കളക്കാരി അമ്മയുടെ കൂട്ടത്തിലുണ്ടല്ലോ, അമ്മയുടെ കൂട്ടത്തിൽ. ഇന്നാളി അപ്പൻ ബാംഗ്ലൂരിൽ കച്ചവടത്തിന് പോയപ്പോൾ അമ്മ കറവക്കാരൻ പാപ്പച്ചന്റെ കൂടെ എന്തെല്ലാം കാണിച്ചോ അതെല്ലാം അപ്പനും കാണിച്ചു എന്ന്. അപ്പൊ ലോകം എങ്ങനെയാണ്? ഒരിക്കലും മറയ്ക്കലുകളിൽ ലോകത്തിന് നടുവിൽ അവിടെയാണ് പറയുക, ആരും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല. നേരേവാ നേരേവോ. താങ്ക് യു സോ മച്ച്. പോലീസില് ഇതിനിടെ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ഒരു സാറ് തന്നെയാടാ. നീ ആരെയാണ് ഈ പീഡിപ്പിക്കുന്നേ? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പേ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ? നീ ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ട്. നീ താങ്ക് യു. 36 വർഷമായടിയ ഞാൻ പോലീസിൽ. ഇതിനിടെ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പടേ, ജോർജ് സാറ് പടേ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ്. താങ്ക് യു. വർഷമായി ഞാന് പോലീസിലായിട്ട്. ഇതിനിടയില് പുറത്തറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഞാൻ DYSPയുടെ DSP റാങ്ക് പേടിച്ച് പുറത്തിറക്കുമ്പോൾ ഊരിപ്പിടിച്ച കത്തിയുടെയും ഉയർത്തിപ്പിടിച്ച വടിവാളുടെയും നടുക്കോടെ തന്നെ ആ മെഡലുമായിട്ട് ജോർജ് സാറ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ആ വിരട്ടലും വിലപേശലും ഒന്നും ഈ ജോർജ് സാറിനോട് വേണ്ട. ഓർത്താലും അത്. താങ്ക് യു.